Watch full episodes on Jio Hotstar. ചൂട് കോഫി കുടിച്ചാൽ മൈൻഡ് സ്പീഡ് ആയിട്ട് വർക്ക് ആവും. കേട്ടിട്ടില്ലേ? ആ ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ. മതി അത്രേ മതി. ആ കേവിനകത്ത് ഞങ്ങൾ എന്നാന്ന് വെച്ചാ കണ്ടുപിടിച്ചോളാം. നിനക്ക് കേവിനകത്ത് പോകാൻ അത്രയും ധൃതിയാണോ? ഞാൻ പറയുന്ന ഫുൾ ആയിട്ട് കേക്ക്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും. മനസ്സിലായോ? ആ കേവിനകത്ത് ഒരു നീണ്ട ടണലുണ്ട്. നിങ്ങൾ അതിന്റെ അകത്ത് കൂടി പോകും. പോകുന്നു പറഞ്ഞ എന്താ അർത്ഥം? ഞങ്ങൾ അതിനകത്ത് വീഴാൻ പോകുന്നത് നിങ്ങളുടെ ശത്രുക്കളാണ്. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ടണലിനകത്ത് കാല് കൊത്തുമ്പോ അത് ലിഫ്റ്റ് പോലെ നിങ്ങളെ പാതാളത്തിനകത്തേക്ക് കൊണ്ടുപോകും. പേടിക്കണ്ട, നിങ്ങളുടെ കാലിനടിയിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഒരു ഹിഡൻ ഫോർട്ട് കണ്ടെത്തേണ്ടി വരും. ഹിഡൻ ഫോർട്ടോ? മുത്തശ്ശൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു സൺസെറ്റിൽ ഒരു ഹിഡൻ ഫോർട്ട് ഉണ്ടെന്ന്. പക്ഷെ അത് എവിടെയുള്ളത് അത് ഇതുവരെ ആർക്കും അറിയില്ല. എന്റെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഒരു വലിയ ഫോർട്ട് ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ഭയങ്കര ശത്രു എത്തി. അയാൾ ഫോർട്ട് ഡിസ്ട്രോയ് ചെയ്ത് പാതാളത്തിലേക്ക് അത് കൊണ്ടുപോയി എത്തിച്ചു. നിങ്ങളുടെ കൂട്ടുകാരൻ കാട്ടിൽ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലത്തായിരിക്കും ഉണ്ടാവാ. പക്ഷെ നിങ്ങൾ അതിന്റെ സുരക്ഷ ഡേഞ്ചറസ് ആയ ബിഗ് ലിസർഡ്സിന്റെ കയ്യിലാണ്. ഓക്കേ, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ബൈ ബൈ, ടേക്ക് കെയർ. മിസ് എൻക്വയറി, വെയിറ്റ്. ഉറങ്ങുന്നതിന് മുൻപ് എന്റെ താങ്ക്സ് അക്സെപ്റ്റ് ചെയ്തോളൂ. താങ്ക് യു ലാസർ സർ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. ടേക്ക് കെയർ. നമ്മൾ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് മിസ് എൻക്വയറി പറഞ്ഞത് ഈ കേവിനെ കുറിച്ചായിരിക്കും. വരൂ, അകത്ത് പോയി നോക്കാം. ഈ സ്ഥലം കണ്ടിട്ട് അത്ര പന്തേലെന്നാ തോന്നുന്നേ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നോ. എനിക്ക് ഈ സ്ഥലം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സേനാപതി ഡ്രാക്സ്, കുറച്ച് ഡ്രാഗൺസിനെ അയക്കൂ. സൺ സിറ്റി മൊത്തം കത്തിച്ച് ചാമ്പലാക്കാൻ പറ. എല്ലാരെയും കൊന്നൊടുക്കാൻ പറയൂ. ഒരുത്തനെ പോലും വിടരുത്. നിൽക്കൂ. ഇപ്പോഴും 24 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടില്ല. ഇതിൽ കൂടുതൽ എനിക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല. ഡ്രാഗ്, ചെല്ല് വേഗം. ശരി കിങ് ട്രോജൻ. സേനാപതി ഡ്രാക്സ്, എന്താ ഇൻഫർമേഷൻ കറക്റ്റ് അല്ലേ? വേഗം ചെല്ലു. ആ സൺ സിറ്റിയെ തകർത്ത് കളഞ്ഞേക്കൂ. ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇൻഫർമേഷൻ കറക്റ്റ് ആണല്ലോ? അതെ സേനാപതി ഡ്രാക്സ്, കറക്റ്റ് ഇൻഫർമേഷൻ ആണ്. അമ്മയല്ല, അച്ഛനെന്ന് പറയ്. അച്ഛനെന്ന്. ഓക്കെ മോനെ, അച്ഛനല്ല അമ്മയെന്ന് തന്നെ പറഞ്ഞോ. ബേബിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ഉടനെ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. വേഗം വരൂ. സോറി രുദ്ര, ഞാൻ ഈ ബേബി ഡ്രാഗനെ നിനക്കൊരിക്കലും വിട്ടു തരില്ല. ഈ ബേബി എന്റേതാണ്. എന്താ പറ്റിയെന്ന് അറിയില്ലോ ജില്ലേ.
ഒന്ന് നിക്ക് ചെലേ. അമ്മയല്ല അച്ഛൻ. നിനക്ക് വിളിക്കാൻ തോന്നുന്നു എന്താന്ന് വെച്ച് വിളിച്ചോ, പക്ഷെ ഇപ്പൊ പാടില്ല. അവരെല്ലാവരും നമ്മളെ വേർപെടുത്താൻ വേണ്ടി വന്നിരിക്കുക. ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ചില്ലേ, നീ എവിടെ ഒളിച്ചിരിക്കുന്നേ? നീ എവിടെ ഒളിച്ചിരുന്നാലും ഞങ്ങൾ കണ്ടുപിടിക്കും. രംഗില, നിങ്ങൾ ഈ കൊച്ചു ഡ്രാഗനെ കണ്ട് ഇത്രയും പേടിച്ചു പോയോ? രക്ഷിക്കണേ! മരമെടുത്ത ബ്ലേഡ് പോലെ ഉണ്ടായിരുന്നു. നീ വളരെ നല്ല കാര്യം ചെയ്തു. അവര് നമ്മളെ പിരിക്കാൻ വേണ്ടി വന്നതാ. നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. ഷെലി, നീ എതുവരെ ഓടും? നീ എവിടെ ഒളിച്ചിരിക്കുന്നത് എനിക്കറിയാം. രുദ്ര, രക്ഷിക്കണേ! വീണ്ടും ആ വലിയ പല്ലികള് ദേ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സിംഹാസനമോ? എന്റെ മുത്തശ്ശൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല വർഷങ്ങൾക്ക് മുൻപ് സൺസിറ്റിയിൽ ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു. അതിനകത്തൊരു മാജിക്കൽ സിംഹാസനവും. ആർക്കെങ്കിലും അതിനകത്ത് ഇരിക്കാൻ സാധിച്ചാൽ അവൻ ആ മാജിക്കൽ വേൾഡിന്റെ ഏറ്റവും പവർഫുള്ളായ ശക്തികൾ ലഭിക്കും. പക്ഷേ ആ സിംഹാസനത്തിന്റെ എനർജി ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു സാധാരണ മനുഷ്യന് അതിനകത്ത് ഒരുപാട് നേരം ഇരിക്കാൻ സാധിക്കില്ല. അതിന്റെ അൺകൺട്രോളബിൾ ശക്തി കാരണം ഇരുന്നവൻ വേഗം തന്നെ ചാടി എണീക്കും. ആളുകൾ പറയുന്നത് ഒരു ഭൂകമ്പത്തിൽ ആ സിംഹാസനം തകർന്നു പോയെന്നാ. പക്ഷേ ആ സിംഹാസനം എവിടെയോ ഉണ്ട്. സൺസിറ്റിക്കടിയിലുള്ള പാതാളത്തിലായിരിക്കും. പക്ഷെ ഇന്ന് വരെ ആരും ആ സിംഹാസനം കണ്ടുപിടിച്ചിട്ടില്ല. ഏതായാലും ഒരു കൈ നോക്കാം. ഒരുപക്ഷെ ഈ ത്രോണിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാലോ. ഈ സിംഹാസനം വളരെ അപകടം പിടിച്ചതാണല്ലോ. ആരും ഇവിടേക്ക് വന്നതിന്റെ ശബ്ദമാണല്ലോ അത്. ഇത് നമ്മുടെ രുദ്രയും അവന്റെ കൂട്ടുകാരും ആണല്ലോ. അല്ല, അവരൊക്കെ ഇങ്ങോട്ടേക്ക് എങ്ങനെയാ വന്നത്? ഒരുപക്ഷെ അവരെന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് ഈ എഗ് എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കും. എന്തൊക്കെയായാലും ശരി, അവരിവിടേക്ക് എത്തിച്ചേരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ചൈനയിൽ ഡ്രാഗൺസ് വളരെ ഫേമസ് ആണ്. ഈ എഗ്ഗിൽ നിന്നും വരുന്ന ഡ്രാഗണുമായി ചേർന്ന് ഞാൻ ചൈനയിലേക്ക് ഒരു പോക്ക് പോകും. പിന്നെ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാറായി മാറുന്നതാണ്. ഇബൈസ്കാ, സിബൈസ്കാ, പ്രൊട്ടക്ഷൻ വാൾ ക്രിയേറ്റോ. ആ മിസ് എൻക്വയറി പറഞ്ഞത് നമുക്ക് ഇവിടെ എവിടെ ഒരു ഫോർട്ട് കാണാമെന്നില്ലേ? ഒരു പക്ഷേ ആ ഫോർട്ട് മൊത്തം ഡിസ്ട്രോയ് ആയി പോയെങ്കിലോ? അവിടെ നോക്കൂ രുദ്ര, അവിടെ മേലെ ഒരു ത്രോൺ കാണുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കാം. നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടും. 4 ഭാഗത്ത് നോക്കണം. ചിലി ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. രുദ്ര, പെട്ടെന്ന് ഈ വോള എങ്ങനെയാണ് വന്നത്?
കമോൺ ഫ്രണ്ട്സ്, ഇതൊരു മാജിക്കൽ വോൾ ആണ്. ത്രോണിന്റെ ഗേറ്റ് ഇതിന്റെ പുറകിലാണ് ഉള്ളത്. You're too good. അത് വെറും ഒരു ഫേക്ക് വാളാണെന്ന് രുദ്ര പെട്ടെന്ന് കണ്ടെത്തി കളഞ്ഞല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? വളരെ കഷ്ടപ്പെട്ട ഞാൻ ഈ എഗ്ഗ് ഒന്ന് കൈക്കലാക്കിയത്. അത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും ഇത് വിട്ടുകൊടുക്കില്ല. ചെളി, ആ എഗ് നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത്? നീ എന്തിനാ അത് എടുത്തു വെച്ചിരിക്കുന്നേ? അത് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ ആ ഡ്രാഗൺ സൺസിറ്റി മുഴുവനും നശിപ്പിക്കും. നീ ഇവിടെ നിന്ന് തിരിച്ചു പോയിക്കോ രുദ്ര. പല വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ഈ എഗ്ഗ് കിട്ടിയിരിക്കുക. ഞാൻ ഇതും എടുത്തുകൊണ്ട് ചൈനയിലേക്ക് പോകും. ഇതിൽ നിന്ന് ഡ്രാഗൺ പുറത്തു വന്നതിന് ശേഷം ഈ ലോകത്തിൽ ഞാൻ മാത്രമായിരിക്കും ആ ഒരേ ഒരാൾ. അതായത് സ്വന്തമായി പേഴ്സണൽ ഡ്രാഗൺ ഉള്ള ഏകയാൾ. എല്ലാവരുടെയും കയ്യിൽ ഡ്രാഗന്റെ ഫോട്ടോ ഉണ്ടാകും, പക്ഷെ എന്റെ കയ്യിലോ എനിക്ക് സ്വന്തമായ ഒരു ഡ്രാഗൺ ഉണ്ടാകും. ചെളി, ആദ്യമായിട്ട് നിങ്ങളുടെ പ്ലാൻ ഞാൻ ഡിസഗ്രി ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ ഒരു കുഞ്ഞിനെ അവന്റെ ഫാമിലിയിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. അവൻ ഇനിയും ഭൂമിയിൽ വന്നിട്ട് പോലുമില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അനുവദിക്കില്ല. നീ നിന്റെ കാര്യം നോക്കുന്നതാ നല്ലത്. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വാ, പറ്റുമെങ്കിൽ ഇങ്ങോട്ടൊന്ന് വാ. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തടയാൻ നോക്ക്. ഒന്നുകൂടി ട്രൈ ചെയ്യൂ രുദ്ര. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാന്നേ. ഈ മുട്ട പിടിച്ചോ. അകത്തേക്ക് പോവാനുള്ള വഴി അവിടെ ഉണ്ടല്ലേ? രുദ്ര, ഞാൻ ഈ എഗ്ഗ് നിനക്ക് ഒരിക്കലും തരില്ല. ഈ രാക്ഷസ ബലികളൊക്കെ എവിടെന്നാ വന്നത്? രുദ്ര, എന്നെ ഒന്ന് രക്ഷിക്ക്. എനിക്ക് വേണ്ടി ഈ എഗ്ഗ് ഒന്ന് രക്ഷിക്ക്. ചെളി, ആ എഗ് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. പക്ഷെ അത് നിനക്ക് വേണ്ടിയല്ല, സൺ സിറ്റിക്ക് വേണ്ടിയാ. ഡ്രാഗന്റെ ഫാമിലിക്ക് വേണ്ടിട്ട്. രുദ്ര, ഈ പല്ലികൾ നമ്മൾ അടുത്തെത്തി കഴിഞ്ഞു. ഇത് പാകം പുലിവായാലോ. ഇപ്പോഴെനിക്ക് മനസ്സിലായത് ചില്ലി എന്തിനാ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തിന്നാനുണ്ടാക്കി തന്നെന്ന്. നമ്മളിത് അടിച്ചു കൊഴുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പല്ലികൾക്ക് തിന്നാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ടാ. Ibaiska sakum postu.
ഇത് പുതിയ പുലിവാലായല്ലോ. ഇതുപോലത്തെ ഇത് തന്നെയൊക്കെ ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ കാണുന്നത്. രുദ്ര, എനിക്ക് തോന്നുന്നത് എങ്കിൽ നിന്ന് ബേബി പുറത്തേക്ക് വരാൻ പോകുന്ന. നമുക്കിപ്പോ ഓടാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത ഡ്രാഗൺ ബേബിയുടെ ജീവന് തന്നെ അപകടമാണ്. എഗ് താഴെ വീഴാതെ നോക്കണം. ബേബി പുറത്തു വരുന്നവരെ ലിസർട്സിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇബൈസ്ക പ്രൊട്ടക്ഷൻ ബോൾ ക്രിയേറ്റോ. അമ്മയല്ല, അച്ഛനെന്ന് പറയ്. അച്ഛനെന്ന്. ഓക്കെ മോനെ, അച്ഛനല്ല അമ്മയെന്ന് തന്നെ പറഞ്ഞോ. ബേബിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ഉടനെ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. വേഗം വരൂ. സോറി രുദ്ര, ഞാൻ ഈ ബേബി ഡ്രാഗനെ നിനക്കൊരിക്കലും വിട്ടു തരില്ല. ഈ ബേബി എന്റേതാണ്. എന്താ പറ്റിയെന്ന് അറിയില്ലോ ജില്ലേ. ഒന്ന് നിൽക്ക് ചെലേ. അമ്മയല്ല, അച്ഛൻ. നിനക്ക് വിളിക്കാൻ തോന്നുന്നു എന്താന്ന് വെച്ച് വിളിച്ചോ. പക്ഷെ ഇപ്പൊ പാടില്ല. അവരെല്ലാവരും നമ്മളെ വേർപെടുത്താൻ വേണ്ടി വന്നിരിക്കുക. ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ചില്ലേ, നീ എവിടെ ഒളിച്ചിരിക്കുന്നേ? നീ എവിടെ ഒളിച്ചിരുന്നാലും ഞങ്ങൾ കണ്ടുപിടിക്കും. രംഗില, നിങ്ങൾ ഈ കൊച്ചു ഡ്രാഗനെ കണ്ട് ഇത്രയും പേടിച്ചു പോയോ? രക്ഷിക്കണേ! മരമെടുത്ത ബ്ലേഡ് പോലെ ഉണ്ടായിരുന്നു. നീ വളരെ നല്ല കാര്യം ചെയ്തു. അവര് നമ്മളെ പിരിക്കാൻ വേണ്ടി വന്നതാ. നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. ചെലേ, നീ എതുവരെ ഓടും? നീ എവിടെയാ ഒളിച്ചിരിക്കുന്നത് എനിക്കറിയാം. രുദ്ര, രക്ഷിക്കണേ! വീണ്ടും ആ വലിയ പല്ലികള് ദേ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.